നാഗ്പൂരിൽ ട്രക്കിടിച്ച് മരിച്ച ഭാര്യയുടെ മൃതദേഹം ബൈക്കിൽ കെട്ടിവെച്ച് വാഹനമോടിച്ച് ഭർത്താവ്. സഹായത്തിനായുള്ള നിലവിളി വഴിയാത്രക്കാർ സ്വീകരിക്കാത്തതിനെ തുടർന്നാണ് 35-കാരൻ ഭാര്യയുടെ മൃതദേഹം ബൈക്കിൽ കെട്ടിയിട്ട ശേഷം സഞ്ചരിച്ചത്. നാഗ്പൂർ ജബൽപൂർ ദേശീയപാതയിലൂടെ അമിത് യാദവ് എന്ന യുവാവ് ഭാര്യയുടെ മൃതദേഹവുമായി ബൈക്കിൽ സഞ്ചരിക്കുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. ഓഗസ്റ്റ് 9 രക്ഷാബന്ധൻ ദിനത്തിൽ ദമ്പതികൾ നാഗ്പൂരിലെ ലോനാരയിൽ നിന്ന് മധ്യപ്രദേശിലെ കരൺപൂരിലേക്ക് യാത്ര ചെയ്യുമ്പോഴായിരുന്നു അപകടം. അമിത വേഗത്തിൽ വന്ന ട്രക്ക് ദമ്പതികൾ സഞ്ചരിച്ചിരുന്ന ബൈക്കിൽ ഇടിക്കുകയായിരുന്നു. റോഡിൽ വീണ അമിതിൻ്റെ ഭാര്യ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. ഇടിച്ച് തെറിപ്പിച്ച ശേഷം ട്രക്ക് നിർത്താതെ കടന്നുപോയി. വഴിയാത്രക്കാരോട് അമിത് പലതവണ സഹായം അഭ്യർത്ഥിച്ചെങ്കിലും ആരും വാഹനം നിർത്തിക്കൊടുക്കാൻ തയ്യാറായില്ലെന്ന് പോലീസ് പറയുന്നു. പിന്നാലെ ഗ്രാമത്തിലേക്ക് കൊണ്ടുപോകാനായി ബൈക്കിന് പിന്നിൽ ഭാര്യയുടെ മൃതദേഹം കെട്ടി അല്പദൂരം സഞ്ചരിച്ചപ്പോഴേക്കും പോലീസ് വാഹനം അമിതിനെ പിന്തുടർന്ന ബൈക്ക് തടഞ്ഞു. പോലീസ് ഇടപെട്ട മൃതദേഹം നാഗ്പൂരിലെ ഇന്ദിരാഗാന്ധി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിനായി അയച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷമേ തുടർ നടപടികൾ സ്വീകരിക്കുകയുള്ളൂ എന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ദമ്പതികൾ നാഗ്പൂരിലെ ലോനാരയിലാണ് താമസിച്ചിരുന്നതെങ്കിലും മധ്യപ്രദേശിലെ സിയോണിയാണ് ഇവരുടെ സ്വദേശമെന്ന് പോലീസ് അറിയിച്ചു.